കേരളത്തിലെമ്പാടുമുള്ള കഥകളി ആസ്വാദകരും ചേർന്നൊരുക്കുന്ന സമാദരണ പരിപാടിയായ വിജയീ ഭവയുടെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ തുടങ്ങുകയാണ്. തോന്നയ്ക്കൽ പീതാംബരനാശാനിൽ തുടങ്ങി മാങ്കുളം വിഷ്ണു നമ്പൂതിരി, ഈഞ്ചക്കാട് രാമചന്ദ്രൻ പിള്ള എന്നീ ഗുരുക്കന്മാരിലൂടെ വികസിച്ച് പത്മശ്രീ കലാമണ്ഡലം കൃഷ്ണൻ നായർ എന്ന അതുല്യ ഗുരുനാഥനിലൂടെ പൂർണ്ണതയിലെത്തിയ കഥകളി കലാകാരൻ ശ്രീ മാർഗി വിജയകുമാർ. മാർഗി വിജയകുമാറിനെ അനുമോദിക്കുന്നതിനും ആദരിക്കുന്നതിനുമായി സംഘടിപ്പിച്ചിരിക്കുന്ന വിജയീ ഭവയുടെ ഉദ്ഘാടന യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വിജയീ ഭവയുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ കെ സുകുമാരൻ നായരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷൻ്റെ അനുവാദത്തോടുകൂടി കോമ്പയറിംഗ് ചെയ്യുകയാണ്. സ്വാഗത പ്രസംഗത്തിനായി വിജയീ ഭവയുടെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ശ്രീ മനോജ് കൃഷ്ണയെ ക്ഷണിക്കുന്നു. ശ്രീ മാർഗി വിജയകുമാറിനെ ആദരിക്കുവാനുള്ള വിജയീ ഭവ എന്ന പരിപാടിയുടെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനമാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. ഇന്ന് വൈകിട്ട് തുടങ്ങി നാളെ വൈകിട്ട് നടക്കുന്ന സമാദരണ പരിപാടിയിൽ വിജയൻ ചേട്ടനെ പട്ടും മുളയും നൽകി ആദരിക്കുന്ന ചടങ്ങ് വരെയാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നാട്ടുകാരുടെയും സഹൃദയരുടെയും കലാസ്നേഹികളുടെയും അകമഴിഞ്ഞ സഹായം ഈ പരിപാടിക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. തുടർന്നും അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ പരിപാടിയുടെ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അടുത്ത 2 ദിവസം നമ്മൾ കാണാൻ പോവുകയാണ്. എൻ്റെ കർത്തവ്യം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നവരെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഈ യോഗത്തിന് അധ്യക്ഷനായിരിക്കുന്നത് നമ്മളോടൊപ്പം എപ്പോഴുമുള്ള നമ്മുടെയൊക്കെ ഒരു മാർഗദർശിയായിട്ട് പ്രവർത്തിക്കുന്ന, സ്വാഗതം ചെയ്യുകയാണോ വേണ്ടത് ഇതിനകത്ത് തന്നെയുള്ള ഒരാളാണെങ്കിലും ഒരു യോഗത്തിന് അതിൻ്റേതൊരു ഔപചാരികതയുണ്ട്. അതുകൊണ്ട് സുകുമാരൻ നായർ സാറിനെ ഹാർദവമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ സ്വന്തം മന്ത്രിയായ ബഹുമാനപ്പെട്ട ശ്രീ ജി.ആർ. അനിലിനെയാണ്. കേരളത്തിൻ്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായ അദ്ദേഹത്തിനെ ഈ നാട്ടുകാർക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലൊരു പരിചയപ്പെടുത്തൽ നടത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നെക്കാളൊക്കെ ഏറെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മിനിസ്റ്ററെ നന്നായിട്ടറിയാം. ഇന്ന് ഒരുപാട് തിരക്കുകൾ അദ്ദേഹത്തിനുണ്ട്. എങ്കിലും ഈ ഒരു പരിപാടിയുടെ ഉദ്ഘാടനത്തിനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജി.ആർ. അനിലിനെ ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നടക്കാനുണ്ട്. ഇനി പ്രധാനമായും സ്വാഗതം പറയേണ്ടത് എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരോടുമാണ്. അതിൽ മിക്കവരും ഈ പ്രവർത്തനങ്ങളുമായിട്ട് പലപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുന്നവരും വിജയൻ ചേട്ടനെ സ്നേഹിക്കുന്ന നാട്ടുകാരും സഹൃദയരുമൊക്കെയാണ്. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന കലാകാരന്മാർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കേരളത്തിൻ്റെ ബഹുമാന്യനായ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ ജി.ആർ. അനിൽ വിജയീ ഭവയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി കൃത്യസമയത്തിന് മുമ്പ് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ജി.ആർ. അനിലിനെ വിജയീ ഭവയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. ഈ വിജയീ ഭവയുടെ സംഘാടക സമിതിയുടെ വർക്കിംഗ് ചെയർമാനും കൂടിയാണ്. ഈ യോഗത്തിന് സ്വാഗതം പറഞ്ഞ
പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ മനോജ് കൃഷ്ണ, വേദിയിലെ ഇന്നത്തെ മുഖ്യ അതിഥി നമുക്ക് ഏവർക്കും ബഹുമാന്യനായ ഡോക്ടർ ജോർജ് ഓണക്കൂർ സാർ, മുഖ്യ പ്രഭാഷകനായിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ എസ് ശ്രീനിവാസൻ, ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ ടി ആർ അനിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ കെ വേണുഗോപാലൻ നായർ, വാർഡ് മെമ്പർ ശ്രീ കെ പി പുരുഷോത്തമൻ, ശ്രീമതി വാർഡ് മെമ്പർ കൂടിയായ ശ്രീമതി നയന ഷമീർ, വേദിയിലുള്ള വാർഡ് മെമ്പർ ശ്രീമതി ബിന്ദു ബാബു, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, സ്നേഹിതരെ, എല്ലാറ്റിനുമുപരി ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും ശ്രദ്ധ കേന്ദ്രം മാർഗി വിജയകുമാറാണ്. അദ്ദേഹം കർട്ടന് പുറകിൽ ഇതിൻ്റെ തയ്യാറെടുപ്പുകൾ നിൽക്കുന്നതാണ് നമ്മളെല്ലാം മനസ്സിലാക്കുന്നത്. ഏറെ ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, മാർഗി വിജയകുമാറിനെ അദ്ദേഹത്തിൻ്റെ കഥകളിക്കുള്ള അദ്ദേഹം നൽകിയ സമഗ്ര സംഭാവന മുൻനിർത്തിക്കൊണ്ടുള്ള നാടിൻ്റെ ആദരവാണ് ഇന്ന് ഈ പരിപാടികളിലൂടെ ഇന്നും നാളെയുമായി ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ ഏകദേശം അരനൂറ്റാണ്ട് കാലം കഥകളി അരങ്ങുകളിൽ മിനുക്കുവേഷം പര്യായമായി മാറ്റിയ ശ്രീ മാർഗി വിജയകുമാർ, അദ്ദേഹത്തിൻ്റെ ഈ മേഖലയിൽ, ഈ രംഗത്തെ സമഗ്ര സംഭാവനകൾ അറിയുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. കേരള സംഗീത നാടക അക്കാദമി മുതൽ കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് വരെ കേരളവും നമ്മുടെ രാജ്യവും ഈ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനയ്ക്ക് വിവിധ തരത്തിലുള്ള അനുമോദനവും അംഗീകാരവും ആദരവും നൽകിയ അതിൻ്റെ കഥകളെ സംബന്ധിച്ചൊന്നും ഞാൻ പറഞ്ഞു പോകുന്നില്ല. അത്തരത്തിൽ നാടിന് അഭിമാനകരമാകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കിത്തന്ന ശ്രീ മാർഗി വിജയകുമാറിനെ എല്ലാവിധ ആശംസകളും നേരാൻ, എല്ലാ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്താൻ ഞാൻ ആദ്യം ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇവിടെ ഓണക്കൂർ സാർ അടക്കമുള്ള പ്രഗത്ഭരായ വിവിധ മേഖലകളിലുള്ളവരാണ് വേദിയിലുള്ളത്. ഈ വിജയ് ഭവ എന്ന ഈ അനുമോദന പരിപാടി, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ സുദീർഘമായി അവർ സംസാരിക്കും. കഥകളി രംഗത്ത് സ്ത്രീവേഷത്തിലൂടെ, സ്ത്രീവേഷം അതിൻ്റെ പശ്ചാത്തലം എനിക്ക് നേരിട്ട് അറിയില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതിലൂടെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം പരീക്ഷ കഴിഞ്ഞ് വെറുതെ നിൽക്കുന്ന ആ ഇടയ്ക്ക് നമുക്ക് 2 മാസക്കാലം പണ്ടുണ്ടല്ലോ, പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരാൻ 2 മാസക്കാലം എടുക്കും. അന്ന് പലരും പല മേഖലകളിൽ വ്യാപൃതരാകാൻ തുടങ്ങുന്ന ഘട്ടമാണ്. ഞങ്ങളൊക്കെ ആണെങ്കിൽ അന്ന് ടൈപ്പ് പഠിക്കാനാണ് പോകുന്നത്. പരീക്ഷ കഴിഞ്ഞ് നിൽക്കുമ്പോൾ തൊട്ടടുത്ത ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടൈപ്പ് പഠിക്കുക, അതൊരു പ്രധാനപ്പെട്ട, ഇന്നിപ്പം ടൈപ്പിസ്റ്റുകളൊന്നുമില്ല സർവീസിൽ. അതുപോലെ അത് കഴിഞ്ഞ് വരുന്നാൽ നാട്ടിൻപുറങ്ങളിൽ ഇതുപോലുള്ള ഗ്രാമപ്രദേശമായതുകൊണ്ട് ഞങ്ങൾ സാംസ്കാരിക സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ മുഴുകുന്ന അവസ്ഥയാണ്. ഉത്സവ സമയമാകുന്നതുകൊണ്ട് ആ സീസൺ, സ്കൂൾ അന്തരീക്ഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഉത്സവത്തിൻ്റെ കാലമാണല്ലോ. ഏപ്രിൽ മെയ് മാസങ്ങൾ ഉത്സവത്തിൻ്റെ, നമ്മുടെ നാട് മുഴുവൻ ഉത്സവ പറമ്പുകളാണ് ആ സമയത്ത്, വിളവെടുപ്പ് മഹോത്സവവുമായി ബന്ധപ്പെട്ട്.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഉത്സവ നടത്തിപ്പിൻ്റെ അതുപോലെ എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട പല രൂപത്തിലുള്ള അത് വിജയിപ്പിക്കാൻ അതിൻ്റെ സംഘാടനങ്ങളിൽ സ്വാഭാവികമായും വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും എല്ലാം മാറുന്നത്. ഇന്നിപ്പോൾ ആ സാഹചര്യമില്ല. അണുകുടുംബങ്ങളായതുകൊണ്ട് അങ്ങനെയൊന്നും കുഞ്ഞുങ്ങൾ പൊതുനിരത്തിലേക്കും പൊതുവേദികളിലേക്കൊന്നും കടന്നു വരുന്നത് വളരെ വളരെ അപൂർവമാണ്. പഴയ തലമുറയിൽപ്പെട്ടവരെല്ലാം ഇതുപോലെ ഏതെങ്കിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലോ തൊഴിലുമായി ബന്ധപ്പെടുന്ന തരത്തിലുള്ള തൊഴിലധിഷ്ഠിത ചില കോഴ്സുകളിലേക്കോ ഒക്കെ തിരിയുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ എല്ലാം ബാല്യകാലം. മാർഗി വിജയകുമാറിന് ആ കാലഘട്ടത്തിൽ കഥകളിയിലേക്ക് പോകാനുള്ള സാഹചര്യമാണ് ഒരുങ്ങിയത്. ആ കഥകളിയിലേക്ക് അദ്ദേഹം കാൽ വെച്ചത് അദ്ദേഹം നമ്മുടെ നാടിൽ പ്രശസ്തനാവുകയല്ല, ലോക പ്രശസ്തനായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ വിശേഷിച്ചും സ്ത്രീവേഷം, ആ സ്ത്രീവേഷത്തിൻ്റെ കാര്യത്തിൽ അത് മറികടക്കാൻ പലർക്കും കഴിയാത്ത തരത്തിലുള്ള ഒരു സാന്നിധ്യം അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിയും. അങ്ങനെ ആ നിലയിലെല്ലാം നമ്മുടെ നാടിനും ജനതയ്ക്കും അഭിമാനകരമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കിയ ഒരു വ്യക്തിയാണ് നമ്മൾ 2 ദിവസത്തെ പരിപാടികളിലൂടെ കൂടുതൽ അനുമോദിക്കാനും ആശംസിക്കാനും അഭിനന്ദിക്കാനുമായിട്ടുള്ള വിജയ് ഭവ എന്ന പേരിലുള്ള പരിപാടിയിലേക്ക് പോകുന്നത്. ദീർഘമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. പല മുഖങ്ങളും നേരിട്ട് അറിയുന്ന മുഖങ്ങൾ ഇവിടെ കാണാൻ കഴിഞ്ഞു. കഴിഞ്ഞ തവണ ഞാൻ വരുമ്പോഴും ഇതുപോലെ തന്നെ പല മുഖങ്ങളെയും വ്യക്തിപരമായ അടുപ്പമുള്ള പല മുഖങ്ങളെയും കാണാൻ കഴിഞ്ഞ വളരെ സന്തോഷകരമായ ഒരവസരമാണ്. നമ്മൾ ശ്രീനിവാസൻ റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥൻ വലിയ അടുപ്പമാണ്. പക്ഷേ ഇവിടെ ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ അടുത്ത നാളാണെന്ന്. ഒരു 4-5 വർഷമായുള്ളൂ. അദ്ദേഹത്തിൻ്റെ കഥകളി ബന്ധമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇവിടെ ഇത്തരത്തിലുള്ളൊരടുപ്പം ഞാൻ പരിചയപ്പെടുന്നത് ടൂറിസം മിനിസ്റ്ററുടെ, അത് കഴിഞ്ഞ് സിവിൽ സപ്ലൈസ് മിനിസ്റ്ററുടെ പേഴ്സണൽ സ്റ്റാഫിലെ പ്രൈവറ്റ് സെക്രട്ടറിയായി അദ്ദേഹം ഇരിക്കുന്ന കാലത്താണ്. ഞങ്ങളിപ്പോൾ വന്ന് കണ്ടുമുട്ടുമ്പോഴും സപ്ലൈകോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ രണ്ടും കൂടെ സംസാരിച്ചത്. അതിനെ ശക്തിപ്പെടുത്തുന്ന കാര്യം, പൊതുവിതരണ രംഗത്ത് ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യം ഒരുക്കാനൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സാണ്. ഒരാശങ്കയും വേണ്ട, അത് കൂടുതൽ മെച്ചപ്പെടാനുള്ള നടപടികൾ തന്നെ ഗവൺമെൻറ് മുന്നിൽ കൊടുക്കും. അതിലൊന്നും സംശയമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് വിജയകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ വിശദമായി മറ്റ് ബഹുമാന്യ വ്യക്തികൾ ഇവിടെ സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ കടക്കുന്നില്ല. വളരെയേറെ മറ്റൊരു പരിപാടി കൊല്ലത്ത് പോകേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി ഈ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചതിലുള്ള സന്തോഷം അറിയിച്ച് ഈ ചടങ്ങും ഈ പരിപാടികളും ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ശ്രീ വിജയകുമാറിന് എല്ലാവിധ അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഇതിക്കറിഞ്ഞ സംഭവമാണ്. സ്ത്രീയെ ആദരിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന, ഉയർത്തി കാണിക്കുന്ന ഉദാത്തമായ സങ്കല്പം തീർച്ചയായും അർത്ഥനാരീശ്വര സങ്കല്പം. ഞാനിത് ഒരിക്കൽ ഇറ്റലിയിൽ ഒരു കോൺഫറൻസിൽ, ഒരു സമ്മേളനത്തിൽ എൻ്റെ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സ്ത്രീകളുടെ വിമൻ എംപവർമെൻ്റ് ആയിരുന്നു വിഷയം. ഒരു വലിയ നല്ല സമ്മേളനമായിരുന്നു, സെമിനാർ. അവിടെ സമ്മേളിച്ചപ്പോൾ ഒരു ഇറ്റലിക്കാരിയായ പെൺകുട്ടി എന്നോട് സാർ 1 മിനിറ്റ് എന്ന് പറഞ്ഞോളട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അവൾ പറഞ്ഞു, വി ഹാവ് ഓൾസോ ദ സെയിം കോൺസെപ്റ്റ് ഇൻ അവർ കൺട്രി എന്ന് പറഞ്ഞു. ഞങ്ങൾക്കും ഇതുപോലെ ഒരു സങ്കല്പമുണ്ട്. ഏത് അർത്ഥനാരീശ്വര സങ്കല്പം പോലെ, സ്ത്രീത്വത്തിന്റെ മഹിമ ഉയർത്തിപ്പിടിക്കുന്നത് പോലെ ഒരു സങ്കല്പം ഞങ്ങൾക്കുമുണ്ട് എന്ന് ഇറ്റലിക്കാരി പെൺകുട്ടി എന്നോട് പറയുകയാണ്. അപ്പോൾ ഞാൻ കൗതുകത്തോട് ഒരു ശ്രദ്ധിച്ചു പറയും, ടെൽ മീ വാട്ട് ഇസ് ദാറ്റ് എന്ന് ചോദിച്ചു. ഉടനെ അവൾ പറഞ്ഞു, വി ഹാവ് ദ ഗ്രേറ്റ് പെയിന്റിംഗ് ബൈ ലിയനാർഡോ ഡാ വിഞ്ചി, മോണോലിസ. വി ഹാവ് ദ ഗ്രേറ്റ് പെയിന്റിംഗ് ഡൺ ബൈ ലിയനാർഡോ ഡാ വിഞ്ചി, മോണോലിസ. മോണോലിസയുടെ പടം കണ്ടുണ്ടാവും നിങ്ങൾ. ഇറ്റലിക്കാരനായ ലിയനാർഡോ ഡാ വിഞ്ചി എന്ന അത്യുന്നത കലാകാരൻ 14-ാം നൂറ്റാണ്ടിൽ വരച്ച ചിത്രമാണ്
മോണോലിസ. പാതി സ്ത്രീയായിട്ട് തോന്നാം, പാതി പുരുഷനായിട്ട് തോന്നാം. അങ്ങനെ ഒരു മനോഹരമായ ചിത്രം ഇപ്പോൾ അത് സൂക്ഷിച്ചിരിക്കുന്നത് പാരീസിലെ ലൂവർ മ്യൂസിയത്തിലാണ് എന്നുള്ളതും സാന്ദർഭികമായി എൻ്റെ വിജ്ഞാനം വളർത്താൻ വേണ്ടിയിട്ടല്ല, കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. ഞാൻ ഇത്ര ദീർഘമായിട്ട് പറയുന്നതിൻ്റെ ഒരു ലക്ഷണം കാര്യം എന്ന് വെച്ചാൽ 6:00 കഥകൾ തുറന്നുള്ളൂ, അതുവരെ ഈ മീറ്റിംഗ് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നതുകൊണ്ട് കൂടിയാണ്. അല്ലാതെ ദയവായിട്ട് എനിക്ക് പ്രസംഗിക്കുന്നതിൽ എന്നെ കുറ്റപ്പെടുത്തില്ല. എനിക്കൊരു വാണിയിലൊന്ന് വീണും തന്നിരിക്കുകയാണ്. അത് എനിക്ക് തോന്നി 6:30 നിൽക്കില്ല, തീർച്ചയായിട്ടും മറ്റു പ്രഭാഷകരുണ്ട്. പക്ഷെ 6:00 നമുക്ക് അടുത്ത പരിപാടി ആരംഭിക്കും. അപ്പം അതുവരെ ഈ യോഗം പോകണം. അതുകൊണ്ടാണ് ദയവായി എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇപ്പോൾ ദീർഘമായിട്ട് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ അത്ര ദീർഘമായിട്ട് പറയുന്ന ആളല്ല, ശരിയല്ല. കോളേജ് അധ്യാപകനായിരുന്നതുകൊണ്ട് നല്ല സമയബോധം എനിക്കുണ്ട്, സുഹൃത്തുക്കളൊക്കെ ഇരിപ്പുണ്ട്. അപ്പം എന്ന് പറഞ്ഞു, we have all the same concept, the painting Mona Lisa by Leonardo da Vinci. Why? How you say that? Paul പറഞ്ഞു, that's a blend of a Greek and Latin. ഒരു ഗ്രീക്ക് ദേവന്റെയും ഒരു ലത്തീൻകാരിയായ അല്ലെങ്കിൽ ലാറ്റിൻ ഗോഡസിന്റെയും ബ്ലെൻഡാണ് ആ ചിത്രം എന്നു പറഞ്ഞു. ചോദിച്ചാൽ അത് അമോൺ എന്ന ഒരു ഗ്രീക്ക് ദേവന്റെയും ഐസിസ് എന്ന ഒരു ലാറ്റിൻ ഇറ്റാലിയൻ ദേവിയുടെയും ബ്ലെൻഡാണ് ലിയോനാർഡോ ദാ വിഞ്ചി ഇങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അവിടെയും ഉണ്ട് ഒരു സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഏത് നൂറ്റാണ്ടിലാണ് ലിയോനാർഡോ ദാ വിഞ്ചി ഈ ചിത്രം വരച്ചത്? ചിത്രമാണ് വരച്ചത്, പെയിന്റിംഗ് ആണ്. ദാറ്റ് ഈസ് ദ 14th century. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ ഒരു പെയിന്റിംഗ് അല്ല, ഞങ്ങളുടെ അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറയുന്നത് ഒരു കലാകാരന്റെ ഭാവനയിൽ വിടുന്ന ഒരു ചിത്രമല്ല. അത് 14ാം നൂറ്റാണ്ടിലല്ല, അത് ഞങ്ങളുടെ പാരമ്പര്യത്തിന്റെ മഹാപാരമ്പര്യത്തിന്റെ ആധാര ഭൂമികയായി നിൽക്കുന്ന വേദങ്ങളും പുരാണങ്ങളും വിളഞ്ഞ ഈ മണ്ണിന്റെ സംസ്കാര പ്രകാശനമാണ് എന്ന് പറയാനുള്ള ഭാഗ്യം ഉണ്ടായി എന്നുള്ളത് ഈ അവസരത്തിൽ എടുത്ത് പറയുകയാണ്. അതാണ് നമ്മുടെ മഹത്വം എന്ന് പറയുന്നത്. ആ മഹത്വം, സ്ത്രീത്വത്തിന്റെ ആ ഒരു ഭാവം, ആ ഒരു ഭംഗി തീർച്ചയായും വേദികളിൽ അവതരിപ്പിക്കുന്ന. പണ്ടൊക്കെ വിജയൻ സ്ത്രീവേഷം കിട്ടുമ്പോൾ സ്ത്രീകൾക്ക് അത്ഭുതം തോന്നുന്ന, അമ്പരിപ്പിക്കുന്ന കേട്ടോ, നിങ്ങളെ അമ്പരിപ്പിക്കും എന്നുവെച്ചാൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരുപക്ഷെ കോളേജിന്റെ ആദ്യ വർഷങ്ങളിൽ പുരുഷന്മാരാണ് സ്ത്രീവേഷം കിട്ടിക്കൊണ്ടിരുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു ചില പരിപാടി സ്ത്രീവേഷം കിട്ടുക എന്നുള്ളതാണ്. നാടകങ്ങളിൽ പെൺകുട്ടിയായിട്ട് അഭിനയിക്കുക, ഡാൻസ് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് സ്ത്രീവേഷം കിട്ടുക എന്നുള്ളത് എൻ്റെ ജോലിയായിരുന്നു. ഞാൻ കുറച്ച് ചേർന്നു. അതിൽ രക്ഷപ്പെട്ടത് കുറെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ പുരുഷനാണ് തിരിച്ചറിയാൻ കോളേജ് ക്ലാസ്സുകളിൽ എഴുതി കൊണ്ടുവന്നത് വരെ തന്നിരിക്കുന്നത്. പറഞ്ഞു വന്നാൽ അങ്ങനെയാണ്. കഥകളി നാടകത്തിനൊക്കെ നമ്മൾ ആണുങ്ങൾ പെൺവേഷം കിട്ടുന്ന പരിപാടിയൊക്കെ പണ്ടേ നമ്മൾ ദൂരെ കളഞ്ഞു. പക്ഷേ ഇപ്പോഴും നമ്മുടെ കഥകളി പോലുള്ള നാട്യ കലാരൂപങ്ങളിൽ സ്ത്രീവേഷം അഭിനയിക്കുന്ന മഹാന്മാരായിട്ടുള്ള നടന്മാരാണ് ചെയ്യുന്നത്. പക്ഷെ വിജയനെ പോലുള്ള ആളുകൾ അത് തുടർന്ന് വരുമ്പോൾ നമുക്ക് സന്തോഷം. എന്താണ്, മറ്റാർക്കും ഇതുപോലെ മനോഹരമായി, ആകർഷകമായി, അനായാസമായി സ്ത്രീവേഷം കിട്ടി രംഗത്ത് ആടാൻ കഴിയുകയില്ല എന്നുള്ളത് ഓരോ പ്രാവശ്യവും അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് 10 വയസ്സുകാരൻ പീതാംബരമാഷയിൽ നിന്ന് തുടങ്ങിയ ഈ കലയുടെ യാത്ര അതിൻ്റെ വിജയ ഭൂമിയിൽ എത്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ അർത്ഥവത്തായിട്ടാണ് വിജയന്റെ പേരിനോട് ചേർത്താണ് വിജയ് ഭവ എന്ന് പറഞ്ഞെങ്കിലും ആ പേരിന്, ആ നാമകരണത്തിന്, ആ സത്യയ്ക്ക് വലിയ അർത്ഥമുണ്ട്. ഇത് വിജയന്റെയും അതുപോലെ തന്നെ കലയുടെ മഹാവിജയത്തിന്റെയും ഒരു മുഹൂർത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഈ പുണ്യഭൂമി എന്നൊക്കെ പറയുന്നത് ഉപയോഗിക്കുന്നതാണ്. ഈ കലാഭൂമി എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു കലാകാരൻ ഉണ്ടായി. ഈ കലാകാരൻ നമുക്ക് അഭിമാനമായിട്ട് കലാ സേവനം സപര്യ നിർവഹിച്ചുകൊണ്ട് ഇരിക്കുന്നു. ദേശീയ
അതിന് നേതൃത്വം കൊടുത്തത് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ, മാർഗിയുടെ വൈസ് പ്രസിഡന്റ്, കലാരംഗത്ത് അത്യുന്നതമായ സ്ഥാനങ്ങൾ കീഴടക്കിയിരിക്കുന്ന ഡോക്ടർ പി വേണുഗോപാലനാണ് എന്നുള്ളതിലും എനിക്ക് സന്തോഷം. ഈ പരിപാടിയിൽ വന്ന് സംബന്ധിക്കുന്നതിന് എന്നെ വിനീതനായ എന്നെ ക്ഷണിച്ച് അനുഗ്രഹിച്ചതിൽ നിങ്ങളോട് എല്ലാവരോടും ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുന്നു. പ്രിയപ്പെട്ട വിജയനെ ഇനിയുള്ള കലായാത്രയിൽ എല്ലാ മംഗളവും സർവേശ്വരൻ നൽകി, ഭഗവാൻ നൽകി, മഹാദേവൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ ഈ വാക്കുകൾ ഇവിടെ സംഭരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൃത്യമായ നമസ്കാരം. മുഖ്യപ്രഭാഷണത്തിന് വേണ്ടി മാർഗിയുടെ സെക്രട്ടറിയും റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനുമായ ശ്രീ S. ശ്രീനിവാസൻ സാറിനെ സാദരം ചെയ്യുന്നു. അല്ല, മാങ്കുളം തിരുമേനി വിജയന് കൊടുത്തു. അത് വിജയിക്കുന്നത് കണ്ട ആളാണ് ഞാൻ. പക്ഷെ നിർഭാഗ്യവശാൽ 80-ന് മുമ്പ് ആ സമയത്ത് ശാർക്കര അമ്പലത്തിലെ കൃഷ്ണൻ്റെ വേഷം കെട്ടി നിൽക്കവേ ആ മഹാനായ നടൻ മരിച്ചുപോയി. കൃഷ്ണൻ നായരാശാൻ വന്നു. 10 വർഷം മാർഗിയിലെ കളരിയിൽ വിസിറ്റിംഗ് പ്രൊഫസറായി കൃഷ്ണൻ നായരാശാൻ ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ തന്നെ ഉണ്ട്, എൻ്റെ ശൈലി ഏറ്റവും കൊണ്ടിട്ടുള്ള ശിഷ്യൻ വിജയനാണ്. മാർഗിയിലെ കുട്ടികൾ എൻ്റെ മക്കളെപ്പോലെയോ പരിചാരകരെ പോലെയോ ആണ് എന്നോട് പെരുമാറുന്നത്. ചെറിയ സൗകര്യത്തിൽ മാർഗിയിലെ ഒരു കൊച്ചടച്ച മുറിയിൽ ഞാൻ കിടക്കും. ഇവിടെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ എനിക്ക് മുറി എടുത്തു തരാമെന്ന് തിരുവനന്തപുരത്തെ സംഘാടകർ പറഞ്ഞാലും അത് വേണ്ട, ഞാൻ മാർഗിയിൽ താമസിച്ചോളാമെന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്ന വിശ്രമവേളകൾ മാർഗിയിലെ കുട്ടികളെ പഠിപ്പിക്കാമല്ലോ എന്നുള്ളത് കൊണ്ടാണെന്ന് അദ്ദേഹം ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. മാർഗിയെപ്പറ്റി ഒരുപാട് പ്രശംസിച്ച് എഴുതിയിട്ടുണ്ട്. അവിടുത്തെ ഇടപാടുകൾ അത് നമ്മുടെ വിഷയമല്ല, അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. വിജയനെ ഇദ്ദേഹം ശ്രദ്ധിച്ചു തുടങ്ങിയത്, വിജയൻ ഒരു അധ്യാപകൻ്റെ മകനാണ്. സാധാരണ ഒരു ഹെഡ് മാസ്റ്റർ മക്കളെ പഠിപ്പിച്ചൊരു ഡോക്ടർ വലിയ നിലയിൽ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ കഥകളിത്തം കടന്നുകൂടിയെന്നും കഥകളിയോടുള്ള ആഗ്രഹം വന്നും എന്ന് മനസ്സിലാക്കിയ ആ അച്ഛൻ വിജയനെ കഥകളിയിലേക്ക് വിട്ടു, മാർഗി കൊണ്ട് ചേർത്തു. അവിടെ നിന്ന് വിജയൻ വളർന്നു. കൃഷ്ണനായരാശാൻ്റെ ആത്മകഥയിൽ പറയുന്ന പോലെ തന്നെ വിജയൻ മനസ്സിലുറച്ചു, എൻ്റെ വഴി ഇതാണ്, എൻ്റെ ജീവിതമാർഗവും ഇതാണ്, ഇതിൽ ഞാൻ അദ്വിതീയനായാൽ മാത്രമേ എനിക്ക് നിലനിൽപ്പുള്ളൂ. ഒരു സാധാരണ നടനായി കഴിഞ്ഞാൽ എന്നെ ആരും അറിയില്ല. ബുദ്ധിയുള്ളവനാണ് വിജയൻ. അധ്യാപകരുടെ മക്കളെല്ലാം നല്ല നിലയിലെത്തും പൊതുവെ എല്ലാവരും, നമുക്കറിയാം, നമുക്ക് ചുറ്റിലും. അതുപോലെ വിജയൻ തീരുമാനിച്ചു എൻ്റെ തട്ടകം ഇതാണെന്ന്. അവിടെ നിന്ന് വിജയൻ പഠിച്ചു വളർന്നു. ആശാന് 86-87 കഴിഞ്ഞപ്പോൾ ഉർവശിയുടെ വേഷത്തെക്കുറിച്ച് ഞാൻ ചുരുക്കി പറയാം. ആശാന് ഫിസ്റ്റുല ഉണ്ടായി. 2 തവണ സർജറി നടത്തി. പ്രശസ്തനായ ഡോക്ടർ PA തോമസ്, കവടിയാറിലെ പ്ലാസ്റ്റിക് സർജനല്ല, അദ്ദേഹമാണ് 2 തവണയും സർജറി നടത്തിയത്. ആശാൻ ഈ 2 തവണയും മാർഗിയിലും ആശുപത്രിയിലുമായിട്ട് തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു താമസം. കൂടുതൽ സൗകര്യം ചെയ്യാൻ രാമയ്യർ സ്വാമിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. ഞാൻ എന്നും ബഹുമാനിക്കുന്ന ഒരാൾ ആശാൻ്റെ പുത്രനായ കലാശാല ബാബുവാണ്. പേര് പ്രേംകുമാർ എന്നാണ്. ആശാനെ അവസാന കാലത്ത് ഈ സർജറിക്കും മറ്റും ഇത്രയേറെ ശുശ്രൂഷിക്കുന്ന ഒരു മകൻ്റെ സ്നേഹം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് അവിടെ കുറച്ച് പേർക്ക് നമ്മുടെ ശ്രീകാര്യത്തെല്ലാം കാറുള്ളൂ. എനിക്ക് ഒരു ഡീസൽ അംബാസഡർ കാറുണ്ട്, രാജഗോപാലൻ സാറ് ചിരിക്കുന്നു. അതിൽ ഞാനും ഈ കലാശാല ബാബുവും ആശാനും വിജയനും കൂടെയാണ് മിക്കപ്പോഴും ഡോക്ടറെ കാണാൻ പോകുന്നത്. ഈ കഥ പറയാനുള്ള കാരണം, ഡോക്ടറെ കാണാൻ വീട്ടിൽ ചെന്നാലും കുറച്ച് നേരം കാത്തിരിക്കണം, ആശുപത്രി ചെന്നാലും കാത്തിരിക്കണം. ഈ വിശ്രമവേളകൾ കൃഷ്ണനായരാശാൻ ഉപയോഗിച്ചിരുന്നത് ഈ സമയം മുഴുവൻ വിജയനെ പഠിപ്പിക്കുകയാണ്. നീ വേഷം കാണണം, നീ കളി സ്ഥലത്ത്
മുന്നിൽ ചെന്നിരുന്ന് കഥകളി കാണണം. നീ ആരെയും അനുകരിക്കരുത്. ആരുടെ വേഷമാണ് നീ മനസ്സിലാക്കി പിന്തുടരേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ചിലരിങ്ങനെ ഗോഷ്ഠി കാണിക്കും. ഓരോ നടൻ്റെയും ഇവിടെ പറയാൻ പാടില്ല, പേരെടുത്ത് പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ ഗോഷ്ഠിയാണ്, ദുഃഖം കാണിക്കുന്നത് ഭയങ്കര ഓവറാണ്. നീ ശിവരാമൻ്റെ വേഷം ശ്രദ്ധിക്കണം. രുക്മാംഗദൻ കുട്ടിയെ കൊല്ലാനല്ല നിന്നെ ദേവേന്ദ്രൻ അയച്ചിരിക്കുന്നത്, ബ്രഹ്മാവ് അയച്ചിരിക്കുന്നത്, ബ്രഹ്മവാചാ വന്ന ആളാണ്. കുട്ടിയെ കൊല്ലരുത്. രുക്മാംഗദൻ്റെ ഏകാദശി വ്രതം മുടക്കിയിട്ട് നീ തിരിച്ചു വരണം, അതിനാണ്. ഇത് നിനക്ക് മനസ്സിലായാൽ മാത്രം പോരാ. നിൻ്റെ മുന്നിലിരിക്കുന്ന കഥകളി ആസ്വാദകർ നിനക്കറിയാമെന്നുള്ള വസ്തുത മനസ്സിലാക്കണം. അതിൻ്റെ അർത്ഥം അറിയാമല്ലോ. നീ കാണിക്കുന്നത് നിനക്കിതറിയാവുന്ന നല്ല വിജ്ഞാനമുള്ള കഥകളി നടനാണെന്ന് അവർക്ക് മനസ്സിലാകണം എന്ന് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഓരോ നടൻ്റെയും പ്രത്യേകത, ഓരോ വേഷത്തിൻ്റെയും പ്രത്യേകത ഇത്രയും വലിയ മനുഷ്യൻ വിജയന് ചൊല്ലിക്കൊടുത്തു. നീ കുട്ടിയാണ്, നിൻ്റെ മുഖത്ത് ചുളിവ് വീഴരുത്, നീ നല്ലവണ്ണം ആഹാരം കഴിക്കണം, നിനക്ക് ഏറ്റവും വലിയ ഭാവിയുണ്ട്. നീ ഒരു കാലത്ത് കിഷൻ നായരാശാൻ്റെ 14-ാം വയസ്സിൽ കാലൊടിഞ്ഞപ്പോൾ ഒരു നമ്പൂതിരി വിഷ് ചെയ്ത മാതിരിയാണ്. നീ എന്നും ഇതൊക്കെ സുഖമായി മോരിലെ വെണ്ണ പോലെ നീ എന്നും പൊന്തിക്കിടക്കുമെന്ന് പറഞ്ഞു കിഷൻ നായരാശാനോട്. അതുപോലെ നീ എന്നും കഥകളി ലോകത്ത് ഏറ്റവും ഉയർന്നു തന്നെ നിൽക്കും എന്ന് മഹാനായ ആ നടൻ വിജയനെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം വിജയൻ്റെ മനസ്സിൽ ഇന്നുമുണ്ട്. താൻ പഠിച്ചതും പഠിപ്പിച്ചതും പ്രിൻസിപ്പലായതുമായ സ്ഥാപനത്തോട് വിജയനുള്ള കൂറ് നിർവചിക്കാനാവാത്ത വിധം മഹത്തരമാണ്. മാർഗിയിൽ പഠിച്ചവർ ഞാനും വേണുവും കൂടി കഴിഞ്ഞ മാസത്തിൽ മൂഴിക്കുളത്ത് നമ്മുടെ നാരായണൻ്റെ ഷഷ്ടപൂർത്തിക്ക് പോയി. അവിടെ അപ്പുക്കുട്ടൻ നായർ സാറിനെ കുറിച്ചും മാർഗിയെക്കുറിച്ചും ആളുകൾ പറയുന്നത് കേട്ട് ഞങ്ങൾക്ക് അഭിമാനം കൊണ്ട് അവിടെ വളരെ സന്തോഷിച്ചു. ഞങ്ങൾ 2 പേരുമേ മാർഗിയിൽ നിന്നുണ്ടായിരുന്നുള്ളൂ, പിന്നെ ജോബി ഉണ്ടായിരുന്നു. അത്രയ്ക്ക് ആ സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞു. മാർഗിയിൽ നിന്ന് വളർന്ന വിജയൻ, മാർഗിക്ക് അഭിമാനമാണ്, കഥകളി ലോകത്തിന് അഭിമാനമാണ്, തോന്നയ്ക്കലിന് അഭിമാനമാണ്, നമുക്കെല്ലാവർക്കും അഭിമാനമാണ്. 26 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ വിജയൻ കിഷൻ നായരാശോനോടൊപ്പം കാലകേയവധം മാർഗിയിൽ അവതരിപ്പിച്ചു. പിന്നീടാണ് ഗുപ്തൻ നായർ സാർ പ്രസിഡൻ്റ് ആവുന്നത്. അന്ന് സാർ പ്രസിഡൻ്റ് ആയിട്ടില്ല മാർഗിയുടെ. അദ്ദേഹം 86 മെയ് 25 മാതൃഭൂമിയിലൊരു നല്ല ലേഖനം എഴുതി. അതിൽ 26 വയസ്സുള്ള വിജയൻ്റെ ഉർവശിയെ വിജയൻ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് വളരെയേറെ പ്രശംസിച്ചെഴുതി. കൃഷ്ണൻ നായരുടെ ഒരു പ്രതിബിംബമാണ് ഈ അരങ്ങിൽ വന്നു നിൽക്കുന്നത് എന്ന് നമുക്ക് തോന്നും. അതിപ്രശസ്തരായ സ്ത്രീവേഷക്കാരെല്ലാം കാണിച്ചതിനെയെല്ലാം വെല്ലുന്ന മാതിരി അതിനെയെല്ലാം അതിജീവിക്കുന്ന വേഷഭംഗിയും അതിനെയെല്ലാം അതിജീവിക്കുന്ന ഭംഗിയും വിജയനുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ താൻ പഠിച്ചതും പഠിപ്പിച്ചതും സാരഥ്യം വഹിച്ചതുമായ സ്ഥാപനത്തോട് നിസ്സപത്നമായ ആത്മാർത്ഥതയും കൂറും പുലർത്തുന്നയാൾ. കൂട്ടുവേഷക്കാരുടെയോ സഹപ്രവർത്തകരുടെയോ നിലവാരവും സമ്പ്രദായവും സ്വഭാവവും എന്തു തന്നെയായാലും അവരോടൊത്തിണങ്ങി കൂട്ടുവേഷക്കാരോട് പൂർണ്ണമായി സഹകരിച്ച് തൻ്റെ വേഷവും ആ കഥകളിയും ഭംഗിയാക്കി തീർക്കുക എന്നുള്ള ഒരു നിശ്ചയം സ്വർണത്തിന് സുഗന്ധം പോലെ ഹൃദയഹാരിയായ ആഹാര്യശോഭയും സൗന്ദര്യാതിശയവും മാർഗി വിജയകുമാറിനെ പ്രേക്ഷക ലോകത്തിൻ്റെ അഭിനന്ദനത്തിനും പ്രശംസയ്ക്കും പാത്രമാക്കുന്നു. കലാകേന്ദ്രങ്ങളിലെ അരങ്ങുകളെ രോമാഞ്ചം കൊള്ളിക്കുന്നു. നായിക കഥാപാത്ര അവതരണമെന്ന കേളിപ്പെട്ട സ്വന്തം തട്ടകത്തിനു പുറത്ത്
നിശ്ചിത പുരുഷ കഥാപാത്രങ്ങളെ വിളക്കിക്കാട്ടുന്നതിലും വിജയൻ വ്യക്തിമുദ്ര പതിപ്പിച്ചു വരുന്നു. വിജയ തേ നാട്യവൈഭവം വിജയതേ, എവിടെയും എന്നും വിജയീഭാവ എന്നാശംസിച്ചുകൊണ്ട് എൻ്റെ പ്രഭാഷണം ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നന്ദി സർ. ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി മണലകം വാർഡ് മെമ്പർ ശ്രീമതി നയന ഷമീറിനെ ക്ഷണിക്കുന്നു. ഏറെ ബഹുമാനം നിറഞ്ഞ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, സ്വാഗതം ആശംസിച്ചു പോയ ശ്രീ മനോജ് കൃഷ്ണ, നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പോയ പ്രിയങ്കരനായ ഭക്ഷ്യ സിവിൽ സപ്ലൈ വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ, മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ ജോർജ് ഓണക്കൂർ, മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീ S. ശ്രീനിവാസൻ IAS, ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ KP പുരുഷോത്തമൻ, ശ്രീമതി ബിന്ദു ബാബു, എൻ്റെ പ്രിയമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. അതിന് കാരണം നാട്യഗ്രാമത്തിൻ്റെ ആദ്യത്തെ പരിപാടിയാണ്. കാര്യം എന്നെ സംബന്ധിച്ച് എന്നെ ക്ഷണിക്കുന്ന ആദ്യത്തെ പരിപാടിയാണ്. ഞാനും ശ്രീ മാർഗി വിജയകുമാറും അദ്ദേഹത്തിന് ആദരവ് സമർപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് 4ാമത്തെ വേദിയാണ്. പക്ഷേ നാട്യഗ്രാമത്തിൻ്റെ ആദ്യത്തെ പരിപാടിയിലാണ് എന്നെ ക്ഷണിക്കുന്നത്. അതിനാദ്യമേ തന്നെ ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. മാത്രവുമല്ല, ശ്രീ മാർഗി വിജയകുമാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിൻ്റെ തന്നെ അഭിമാനമാണ്. ഈ ഒരു നോട്ടീസ് ആദ്യമായിട്ട് എൻ്റെ വലിയച്ഛൻ, അതായത് ശ്രീ തോന്നിക്കൽ പീതാംബരൻ, ശ്രീ മാർഗി വിജയകുമാറിൻ്റെ ഗുരുവാണ്, അദ്ദേഹത്തിനെ ഏൽപ്പിച്ചപ്പോൾ വലിയച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, മക്കളെ സന്തോഷമായി, കാര്യം ഞാനും നീയും കൂടി വേദി പങ്കിടുന്ന ഒരിതിൽ നിൻ്റെ പേര് കൂടി ഉണ്ടല്ലോ. കാര്യം ഞാൻ പോത്തങ്കോട് പഞ്ചായത്തിലെ വാർഡംഗമാണ്. അപ്പോൾ മംഗലാപുരം പഞ്ചായത്തിലെ ഈ ഒരു പരിപാടിയിൽ വിളിച്ചതിൽ വളരെ സന്തോഷം വലിയച്ഛനും അറിയിച്ചു. അച്ഛൻ്റെ അടുത്തും വിളിച്ച് പറഞ്ഞായിരുന്നു. പിന്നെ ഒരു വിഷമമായിട്ട് പറഞ്ഞത്, ഞാനും നീ ഒരു പരിപാടിയിൽ ഒരുമിച്ചില്ല. കാര്യം ഇന്ന് ഞാനുണ്ട്, നാളെയാണ് വലിയച്ഛനെ വിളിച്ചിട്ടുള്ളത്. ആ ഒരു വിഷമം മാത്രമാണ് പറഞ്ഞത്. നമ്മളെ തോന്നിക്കലിനെ സംബന്ധിച്ചിടത്തോളം കലാകാരന്മാരുടെ ഒരു ഗ്രാമമാണ്. നമുക്ക് വിരലിൽ എണ്ണിയാൽ തീരാത്തത്രത്തോളം കലാകാരന്മാരുണ്ട്. നമ്മുടെ കുമാരൻ ആശാൻ മുതൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഒരുപാട് പേര്, ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽ പോലും ഒരുപാട് പേരും കലാകാരന്മാരാണ്. അപ്പോൾ ആ ഒരു കലാഗ്രാമത്തിൽ ജനിച്ച് വളർന്ന് ഇതുവരെ എത്തിച്ചേരാൻ സാധിച്ചതിൽ വളരെയധികം അഭിമാനിക്കുന്നൊരു വ്യക്തിയാണ്. ഇതേ വേദിയിൽ നിൽക്കുമ്പോൾ എൻ്റെ ഒരു കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കലാരംഗത്ത് ഇത്രത്തോളം പ്രശസ്തിയിൽ അദ്ദേഹം എത്തിച്ചേർന്നു. ഇവിടെ ആദ്യം എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഷഷ്ടിപൂർത്തി ആഘോഷം നടക്കേണ്ടതായിരുന്നു. അത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്, കോവിഡ് എന്ന കാരണം കൊണ്ട് നടക്കാതെ പോയി. പക്ഷേ വളരെ അഭിമാനവും സന്തോഷവും തോന്നുന്നത്, ഇദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ നാടക അക്കാദമി അവാർഡ് കിട്ടിയ ഈ വേദിയിൽ തന്നെ രണ്ടും കൂടി ഒരുമിച്ച് നടത്താൻ സാധിച്ചതിലും, അതും നമ്മുടെ ഈ നേരത്തെ നമ്മുടെ ജോർജ് ഓണക്കൂർ സാർ പറഞ്ഞതുപോലെ ഈ ഒരു ശിവക്ഷേത്രത്തിന് മുമ്പിൽ അർദ്ധനാരീശ്വര സങ്കല്പം, എപ്പോഴും പുരുഷൻ അപൂർണനാണ് എന്നാണ് പറയാറ്. കാര്യം സ്ത്രീയാണ് പൂർണ്ണതയുടെ പര്യായമായിട്ട് നാം കണക്കാക്കുന്നത്. അപ്പോൾ പുരുഷനായിട്ട് ജനിച്ചുകൊണ്ട് സ്ത്രീയുടെ കടമകളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച് അപൂർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് തന്നെ പറയാം. അത്രയും ഇനിയും ഒരുപാട് പ്രശസ്തിയിലേക്ക് പോകുവാൻ, നമ്മുടെ തോന്നക്കൽ നാടിൻ്റെ പ്രശസ്തി ഉയർത്തിക്കാട്ടുവാൻ അദ്ദേഹത്തിനും, ഇനി വളർന്നു വരുന്ന ഒരുപാട് കലാകാരൻ, അദ്ദേഹത്തിൽ നിന്ന് തീർന്നു പോകാതെ ഇനിയും ഒരുപാട് കലാകാരന്മാർ ഈ തോന്നക്കൽ ഗ്രാമത്തിൽ ജനിക്കട്ടെ, അവരെല്ലാം ലോകമറിയപ്പെടുന്നവരായി തീരട്ടെ. ഈ വേദിയിൽ എന്നെ കൂടി ക്ഷണിച്ചതിന് ഇതിൻ്റെ സംഘാടകർക്കുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി മുരിങ്ങമൻ വാർഡ് മെമ്പർ ശ്രീമതി ബിന്ദു ബാബുവിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ തന്നെ ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ ബഹുമാനീയനായ ഭക്ഷ്യ വകുപ്പ് മന്ത്രി GR അനിൽ സാർ, അതോടൊപ്പം തന്നെ മുഖ്യ അതിഥിയായിട്ട് വന്ന ഡോക്ടർ ജോർജ് ഓണക്കൂർ സാർ, അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം ഇവിടെ പറഞ്ഞ ശ്രീ S. ശ്രീനിവാസൻ IAS അവറുകൾ, എൻ്റെ തൊട്ടടുത്ത വാർഡ് മെമ്പറായ നയന ശ്രീകുമാർ, വേങ്ങോട് വാർഡ് മെമ്പറായ പുരുഷോത്തമൻ അവറുകൾ, അതുപോലെ തന്നെ ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ,
ഇങ്ങനെ ഈ ഒരു മാർഗി വിജയകുമാർ സാറിൻ്റെ ഈ പുരസ്കാര അനുമോദന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും എന്നെ വിളിച്ചതിലും വളരെയേറെ സന്തോഷമുണ്ട്. ഞാൻ മുരിങ്ങമൺ 6-ാം വാർഡിലെ മെമ്പറാണ്. എൻ്റെ തൊട്ടടുത്ത് മുട്ടുക്കോണം എന്ന പ്രദേശത്ത് ചിറയിൽ വീട്ടിൽ ശ്രീമാൻ വേലായുധംപിള്ള സാറിൻ്റെ മകനായിട്ട് ജനിക്കുകയും അവർ കുടുംബാംഗങ്ങൾ എല്ലാവരും അവിടെയാണ് താമസിച്ചിരുന്നത്. ഇപ്പോൾ എല്ലാവരും പല മേഖലയിലായിട്ട് പോയിരിക്കുകയാണ്. ഇപ്പോഴും ആ കുടുംബവും വീടും എല്ലാം എൻ്റെ തൊട്ട് വീടിൻ്റെ അടുത്താണ് ഉള്ളത്. അപ്പോഴൊക്കെ ഞാൻ ഈ സാറിനെ കുറിച്ച് എപ്പോഴും നമ്മളെല്ലാവരും ഓർമ്മിക്കുന്ന ഒരിതാണ്. അപ്പം ഒട്ടനവധി വിദ്യാഭ്യാസത്തോടൊപ്പം ഒരുപാട് സ്റ്റേജുകളിൽ കഥകളി അവതരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ രാഷ്ട്രപതിയിൽ നിന്നും അംഗീകാരത്തിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുകയും ചെയ്തതിലും നാം എല്ലാവരും വളരെയേറെ സന്തോഷിക്കുകയാണ്. മഹാകവി കുമാരനാശാൻ്റെ പുണ്യഭൂമിയായ ഈ തോന്നകിലെന്ന ചെറിയ ഗ്രാമത്തിൽ ഒട്ടനവധി കലാകാരന്മാരുണ്ട്. അതിൽ ഏറ്റവും നമ്മളെല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് തോന്നയ്ക്കൽ പീതാംബര സാർ. അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ മകളാണ് നമ്മളുടെ ഇപ്പോൾ പ്രസംഗിച്ച നൈന ഷമീർ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അനുജനായ നമ്മുടെ തോന്നയ്ക്കൽ വാമദേവ സാറുണ്ട്. കഥാപ്രസംഗത്തിലൂടെയൊക്കെ ഒരുപാട് സ്റ്റേജുകളിലും കഥകളെല്ലാം അവതരിപ്പിക്കുകയും നമ്മളെല്ലാവരും അറിയപ്പെടുന്ന കലാകാരന്മാരാണ്. നമ്മുടെ ഈ കൊച്ചു ഗ്രാമമായ തോന്നയ്ക്കൽ എന്ന ദേശത്ത് ഒട്ടനവധി കലാകാരന്മാരുണ്ട്. പല മേഖലയിലും അവർ പല ഇതിലൊക്കെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന കലാകാരന്മാരാണ്. നമുക്ക് എപ്പോഴും ഓർമ്മിക്കുന്നത് എവിടെ പോയാലും തോന്നയ്ക്കൽ എന്ന ഒരു ദേശമാണ്. നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് ജന്മസ്ഥലമായ ഈ ഭൂമി, ഈ പുണ്യഭൂമിയായ. അപ്പോൾ ഇനിയും ഒരുപാട് കലാകാരന്മാർ നമ്മുടെ ഈ നാട്ടിലുണ്ട്. എല്ലാ പേരും നമ്മൾ ഇനിയും എല്ലാ കലാകാരികളായാലും കലാകാരന്മാരായാലും വലിയ വലിയ ഉന്നതങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നാട്യഗ്രാമത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജാണ് എന്നെയും വിളിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പേ 2 സ്റ്റേജുകളിലും ഈ നമ്മുടെ തോന്നയ്ക്കൽ പീതാംബര സാറിൻ്റെ അനുമോദന ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും എല്ലാ ഉയരങ്ങളിൽ എത്തട്ടെ എന്നും ഈ കലാകാരന്മാരും നമ്മുടെ തോന്നയ്ക്കൽ എന്ന പ്രദേശത്തുള്ള എല്ലാ കലാകാരന്മാരും പല മേഖലകളിലും എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ച ഈ നാട്യഗ്രാമത്തിലെ സംഘാടകരോട് സ്നേഹപൂർവ്വം അന്ന് എന്നെ ക്ഷണിച്ചതിൽ അഭിമാനിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കാത്തതിന് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിജയ് ഭവ ഈ സംരംഭം, ഈ പരിപാടിയിൽ പങ്കുകൊള്ളാനും ഈ വേദിയിൽ എനിക്കൊരു നിങ്ങളോടൊപ്പം ചേർന്ന് അവസരമൊരുക്കി തന്ന സംഘാടക സമിതിക്ക് ആദ്യമേ നന്ദി അറിയിക്കുന്നു. തോന്നയ്ക്കൽ പീതാംബരൻ സാറിൻ്റെ ചടങ്ങിനും അന്ന് ഇതേ കണക്ക് പങ്കെടുക്കുകയുണ്ടായി. രണ്ടാമതാണ് നമ്മൾ മാർഗി വിജയകുമാർ സാറിൻ്റെ ചടങ്ങ് സംബന്ധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 60-ാം വയസ്സിൽ വളരെ ഗംഭീരമായിട്ട് ചടങ്ങ് നടത്താനിരുന്നത് മാറ്റിവെക്കപ്പെട്ടു, കൊറോണ കാരണം. അതും കൂടെ കണക്കിലാക്കിയാണ് ഇന്ന് ഈ വിജയ് ഭവ എന്നുള്ള ഒരു പ്രോഗ്രാം ഇന്ന് നടത്തപ്പെടുന്നത്. മാർഗി വിജയകുമാർ സാറിനെ സംബന്ധിച്ച് ഞാൻ ഈ അടുത്ത കാലത്താണ്, നാട്ടുകാരനാണെങ്കിൽ തന്നെ അടുത്ത കാലത്താണ് പരിചയപ്പെടാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വസ്തുവുമായിട്ട് എൻ്റെ വാർഡിൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് വസ്തുവുണ്ട്. അതിൻ്റെ സർവേയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നു, പരിചയപ്പെടുന്നു, സംസാരിക്കുന്നത്. ഇത്രയും ലാളിത്യമുള്ള ഒരു കലാകാരൻ, വെറും കലാകാരനെന്ന് പറഞ്ഞാൽ പോലെ ലോകം കണ്ട ഒരു മഹാ കലാകാരനാണ് മാർഗി വിജയകുമാർ സാർ. നോട്ടീസിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ ബഹുമാനരായ വിശിഷ്ടാദികൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായി. 45 വർഷം ഒരു മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ പകുതിയിൽ കൂടുതൽ, ഒരു 45 വർഷം കഥകളി ജീവിതചര്യയായിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളത് അസംഭവ്യമാണ്. ആ കലാകാരന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഭാവനയാണ് ഈ ഒരു വേദി.
അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ നമ്മുടെ നാട്ടുകാരനായി പലർക്കും അറിയത്തില്ല നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കലാകാരനെക്കുറിച്ച് വാർത്തകളിൽ കേൾക്കാം, പക്ഷേ നേരിട്ട് പോലും അറിയാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്കാണ്. ഈ മനോഹരമായിട്ട് തന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യങ്ങൾ അത്രയും ആ കലാരൂപത്തെ അത്ര നെഞ്ചോട് ചേർത്ത് ഈ ഇത്രയും കാലം 45 വർഷം പേറിക്കൊണ്ട് കിടക്കുന്ന അദ്ദേഹത്തിന്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നല്ല ആയുരാരോഗ്യവും ആയുസ്സും, അതുമാത്രമല്ല സമ്പൽ സമൃദ്ധിയും, ഇതിൽ നിന്നും കൂടുതൽ ഉയരങ്ങളിലേക്ക് ജഗദീശ്വരൻ തിരുമുറ്റത്ത് നിന്നുകൊണ്ടാണ് പറഞ്ഞത്. ഈ ജഗദീശ്വരൻ അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അധ്യക്ഷനും ഈ പരിപാടിയുടെ വർക്കിംഗ് ചെയർമാനും നാട്യഗ്രാമം പ്രസിഡൻറ്റുമായ ശ്രീ കെ സുകുമാരൻ സാർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ, മുഖ്യ അതിഥിയായി ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഡോക്ടർ ജോർജ് ഓണക്കൂർ സാർ, മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീ S ശ്രീനിവാസൻ റിട്ടയർഡ് IAS അവർകൾ, വാർഡ് മെമ്പർമാരായ ശ്രീമതി ബിന്ദു ബാബു, നയന ഷമീർ, ശ്രീ KP പുരുഷോത്തമൻ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ബഹുമാന്യരെ സുഹൃത്തുക്കളെ, തോന്നയ്ക്കലിൻ്റെ അഭിമാനമായ ശ്രീ മാർഗി വിജയകുമാറിൻ്റെ വിജയ് ഭവ എന്ന ഈ പരിപാടിയുടെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. രാജ്യാന്തര തലത്തിലും ലോകത്തിലും അറിയപ്പെടുന്ന ഒരു കലാകാരനായി നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ശ്രീ മാർഗി വിജയകുമാർ വളർന്നു എന്നത് നമുക്കേവർക്കും അഭിമാനിക്കാവുന്ന ഒന്നാണ്. ഏറ്റവും ഒടുവിൽ കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് കൂടി ലഭിക്കുന്നതോടുകൂടി അദ്ദേഹം നമുക്കെല്ലാവർക്കും അഭിമാനമായി മാറുകയാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തെ സമുചിതമായി ആദരിക്കുകയും അദ്ദേഹത്തിന് ആദരം അർപ്പിക്കുകയും ചെയ്യണമെന്ന് നാട്ടുകാരായ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുകയും നാട്യഗ്രാമത്തിൻ്റെ പ്രവർത്തകരും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും മാർഗിയുടെ നേതൃത്വത്തിലുള്ളവരും എല്ലാവരും കൂടി ചേർന്ന് അദ്ദേഹത്തിന് സമുചിതമായ ഒരു ആദരം നൽകണം എന്ന് തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും നാളെയുമായി ഇവിടെ ഇത്തരത്തിലൊരു സമാദരണ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും അദ്ദേഹം ആദരിക്കപ്പെടുന്നതിലൂടെ തോന്നയ്ക്കലിനെക്കുറിച്ച് ജനങ്ങൾക്ക് അല്ലെങ്കിൽ തോന്നയ്ക്കലിനെക്കുറിച്ചിട്ടുള്ള ആളുകളുടെ ഒരു കാഴ്ചപ്പാട്, ഒത്തിരി കലാകാരന്മാരുള്ള ഒരു നാട്, അങ്ങനെ കലയെ സ്നേഹിക്കാനും ആദരിക്കാനുമുള്ള ഒരു മനസ്സ് കാണിക്കുന്ന ഒരു നാടായി കൂടി തോന്നയ്ക്കലിൻ്റെ ആളുകളെ, തോന്നയ്ക്കലിൻ്റെ ജനങ്ങളെ, കലാകാരന്മാരെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതുകൂടിയാണ് ഈ പരിപാടി ഇങ്ങനെ സമുചിതമായി സംഘടിപ്പിക്കുന്നതിലൂടെ നാം ലക്ഷ്യം വെക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് കൈവരുന്നത്. ഇവിടെ മാർഗി വിജയകുമാറിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുകയുണ്ടായി. സ്ത്രീവേഷത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആ കലയോടുള്ള സപര്യയെക്കുറിച്ചും ആ കലയ്ക്ക് വേണ്ടി അദ്ദേഹം അർപ്പിച്ചിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ കലയ്ക്ക് വേണ്ടി അർപ്പിച്ചിട്ടുള്ള ഒരു വലിയ കലാകാരനെ നമുക്ക് ഇത്തരത്തിലല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആദരിക്കാൻ കഴിയുക? നമ്മളെല്ലാം സാമൂഹ്യ പ്രവർത്തകരും കലാകാരന്മാരും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരുമൊക്കെയാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? കലയെ ആദരിക്കുകയും കലാകാരനെ അനുമോദിക്കുകയും അവരെ ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ പൊതുരംഗത്ത്, സാമൂഹിക രംഗത്ത്, കലാരംഗത്ത് ഒക്കെ നമുക്ക് നിൽക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവാണ് നമ്മളെ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പ്രചോദനമായിട്ടുള്ളത് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി നാളെ അദ്ദേഹത്തിന് ആദരം നൽകുന്ന ചടങ്ങ് നാളെ വൈകുന്നേരമാണ്. രാവിലെ ഇവിടെ കഥകളി പ്രശ്നോത്തരിയും അതുപോലെ പീശപ്പള്ളി രാജീവൻ അവർ നയിക്കുന്ന സോദാഹരണ പ്രഭാഷണവും
വൈകുന്നേരത്തെ സമാദരണ ചടങ്ങും ഒക്കെയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പരിപാടി കുറെ കൂടി ഭംഗിയായി പൂർത്തിയാക്കണമെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും പങ്കാളിത്തം കുറെ കൂടി ഉണ്ടാകണം. അതിന് നാളെ എല്ലാവരും ഇന്ന് പങ്കെടുത്തതുപോലെ നമ്മുടെ സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും ഒക്കെ നാളെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങളുടെ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും ഈ പരിപാടി ഒരു വൻ വിജയമാക്കി നാളെ പര്യവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായവും ഒക്കെ ഉണ്ടാകണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ അവർകളാണ്. അദ്ദേഹം കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുകയും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത അദ്ദേഹത്തിന് വിജയ് ഭവയുടെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും നാട്യഗ്രാമത്തിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇവിടെ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തിട്ടുള്ളത് നമ്മുടെയൊക്കെ ഗുരുതുല്യനായ സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ സാർ അവർകളാണ്. അദ്ദേഹം വിവിധ വേദികളിൽ ഇവിടെയും നാട്യഗ്രാമത്തിൻ്റെ വേദിയിലും ഒക്കെ പങ്കെടുത്ത് നമുക്കെല്ലാം സുപരിചിതനായിട്ടുള്ള ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറാണ്. അദ്ദേഹം ഇവിടെ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത് നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തെയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും വിജയ് ഭവയുടെ പേരിലും ഞാൻ ഹാർദമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തി മാർഗി വിജയനെക്കുറിച്ച് വളരെ വിശദമായി അദ്ദേഹത്തിൻ്റെ സ്ത്രീ കഥാപാത്രങ്ങളെക്കുറിച്ച് വളരെ ഗഹനമായി തന്നെ സംസാരിക്കുകയും നിങ്ങളോട് സംവദിക്കുകയും ചെയ്ത ശ്രീ എസ് ശ്രീനിവാസ് IAS റിട്ടയർഡ് അവർകളാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിൽ പങ്കെടുത്തതിനുള്ള നന്ദി നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും നാട്യഗ്രാമത്തിൻ്റെ പേരിലും വിജയ് ഭവയുടെ പേരിലും ഞാൻ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വാർഡ് മെമ്പർമാർ ശ്രീമതി ബിന്ദു ബാബു മുരിങ്ങമൺ വാർഡ് മെമ്പറാണ്. നമ്മുടെയൊക്കെ ഒരു സഹോദരി തുല്യയായി നമ്മുടെയൊക്കെ ഇടയിൽ പ്രവർത്തിക്കുന്ന ശ്രീമതി ബിന്ദു ബാബുവിന് നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും വിജയ് ഭവയുടെ പേരിലും നന്ദി അർപ്പിക്കുന്നു. നയന ഷമീർ മണലകം വാർഡ് മെമ്പറാണ്. ശ്രീമതി നയന ഷമീറിനെയും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും എൻ്റെ പേരിലും വിജയ് ഭവയുടെ പേരിലും നന്ദി അർപ്പിക്കുന്നു. വേങ്ങോട് വാർഡ് മെമ്പർ ശ്രീ KP പുരുഷോത്തമനാണ്. ശ്രീ KP പുരുഷോത്തമൻ അവർക്ക് നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും വിജയ് ഭവയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഈ യോഗത്തിൽ പങ്കെടുത്തതിനുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇവിടെ ഈ അധ്യാവസാനം ഈ പരിപാടി കോമ്പയർ ചെയ്തത് തോന്നയ്ക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായിട്ടുള്ള ഡോക്ടർ ദിവ്യ അവർകളാണ്. ഡോക്ടർ ദിവ്യയ്ക്കും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഗ്രാമത്തിൻ്റെ പേരിലും വിജയ് ഭവയുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത സന്നിഹിതരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർക്കും ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി സഹകരിച്ചിട്ടുള്ള ഓരോരുത്തർക്കും മനസ്സുകൊണ്ടും നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടും ഇവിടെ വരികയും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്ത നിങ്ങൾ ഓരോരുത്തർക്കും വിജയ് ഭവയുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.